ഈ ലോകത്തെ തൊഴിലാളികളുടെ അധ്വാനത്തെ 8 മണിക്കൂർ നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ആശയം അവതരിപ്പിച്ചതിന്റെ ആഘോഷമാണ് മെയ് 1 നടക്കുന്നതെങ്കിൽ ഇന്നും ഈ നാട്ടിൽ അന്യം നിൽക്കുന്നതാണ് വ്യാപാരിയുടെ പ്രവർത്തന സമയം. ഒരു വ്യാപാരിക്കും ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും 8 മണിക്കൂർ മാത്രമേ ഞാൻ അധ്വാനിക്കുന്നുള്ളൂ എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തൊഴിലിൽ നമ്മുടെ 8 മണിക്കൂർ അധ്വാനിച്ചാൽ ഈ തൊഴിൽ നിലനിർത്താൻ കഴിയുകയില്ല. ഞാൻ കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വീട്ടിലെ വീട്ടമ്മമാരും നമ്മുടെ മക്കളും ഒന്നിച്ചിരിക്കുന്ന വേദിയാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം, എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ പ്രശ്നം, വീട്ടിലെ ഒരു കാര്യത്തിലും എന്നെ കിട്ടുന്നില്ല. അവരോടൊപ്പം ഇരിക്കാൻ എനിക്ക് നേരമില്ല. മക്കളുടെ പഠനകാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് സമയമില്ല. എന്താ കാരണം? എന്റെ തൊഴിൽ ആവശ്യപ്പെടുന്ന സമയം 10-12 മണിക്കൂർ. ആ 12 മണിക്കൂർ 18 മണിക്കൂർ അധ്വാനിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് ഈ കുടുംബത്തിന്റെ, എന്റെ കുടുംബത്തിന്റെ മുഴുവൻ ആദിയും ഉള്ളിൽ പേറി സ്വയം എരിയുന്ന ഒരു നെരിപ്പോടായാണ് ഓരോ വ്യാപാരിയും ഇരിക്കുന്നത്. നാം വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ ഉള്ളിലുള്ള സംഘർഷം, നാളെ എങ്ങനെ നമ്മുടെ കട തുറക്കുമ്പോ ആ കടയിലേക്ക് വരുന്ന പണപ്പിരിവുകാരനെ, നാം കടം വാങ്ങിയ കടക്കാരനെ എങ്ങനെ അഭിമുഖീകരിക്കും? നാളെ കൊടുക്കേണ്ട പണം, ആ പണം എങ്ങനെ കണ്ടെത്തുമെന്ന ഏറ്റവും വലിയ ചിന്തയാണ് ഓരോ വ്യാപാരിയുടെയും ഉള്ളിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം. ആ വലിയ സംഘർഷത്തിൽ, ആ വലിയ ആത്മസംഘർഷത്തിൽ അവൻ ഒരുപക്ഷെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, കുടുംബത്തോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെന്ന് വരില്ല. പക്ഷേ ഞാനിതിവിടെ പറയുമ്പോ, ഇനി നാളെ മുതൽ അവിടെ പ്രസംഗിച്ചല്ല ഒരാൾ, വ്യാപാരികൾക്കൊക്കെ വലിയ സംഘർഷമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നാളെ മുതൽ വേണ്ട എന്ന് ഏതെങ്കിലും വീട്ടമ്മ പറയുമെന്ന ഉദ്ദേശത്തിലല്ല ഞാനിത് പറയുന്നത്. മറിച്ച് ഓരോ വ്യാപാരിയുടെയും ആത്മസംഘർഷത്തെ സൂചിപ്പിക്കാൻ, ഒപ്പം എന്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളോട്, വ്യാപാരികളോട് പറയാനുള്ളത്, ഏതൊക്കെ സംഘർഷം നമുക്കുണ്ട് എങ്കിലും നമ്മുടെ കുടുംബമാണ് നമ്മുടെ പിൻബലം. ആ കുടുംബത്തിലെ സമാധാനവും ആ കുടുംബത്തിലെ സന്തോഷവുമാണ് ഓരോ പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമുക്ക് നൽകുന്ന കരുത്ത്. ആ കരുത്തുണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വില കൂടിയ സാരിയല്ല. അവർക്കാവശ്യം നിങ്ങളുടെ സമ്മാനങ്ങളല്ല. അവർക്കാവശ്യം അവരോടൊപ്പം ഇരുന്ന് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നിനക്ക് സുഖമല്ലേ എന്നൊരു വാക്കാണ് ഓരോ ഭാര്യയും തന്റെ ഭർത്താവിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഓരോ കൊച്ചു കുഞ്ഞും തന്റെ അച്ഛനിൽ നിന്ന്, പിതാവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവനെ ഒന്ന് ആലിംഗനം ചെയ്ത് നീ മിടുക്കനാണ് എന്ന ഒരു വാക്കാണ്. അത് നൽകാൻ, അത് പറയാൻ ഓരോ വ്യാപാരിയും അതെന്റെ കടമയാണ് എന്നുകൂടെ ഓർക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്നു. ആ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ട മാർഗങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ ഏറെ പ്രാധാന്യത്തോടുകൂടി എന്റെ കുടുംബമാണ് എന്റെ പിൻബലം, എന്റെ ഊർജം, എന്റെ ശക്തി എന്റെ കുടുംബമാണ് എന്ന തോന്നലുണ്ടാകും. ആ അറിവ് നമ്മളിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കണം. അത് മാത്രമല്ല, ഈ കുടുംബത്തോടൊപ്പം ഇരിക്കേണ്ടത്, എന്റെ ഭാര്യയെയും മക്കളെയും ചേർത്തിരുത്തി കുറച്ചു സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന ചിന്ത, ആ ശരിയായ ചിന്ത, അത് മുഴുവൻ ആളുകൾക്കും പകർന്നു നൽകുക എന്ന ഉദ്ദേശം തന്നെയാണ് കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷന് ഇന്ന് ഈ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നതിന്റെയും പുറകിലുള്ള ഏറ്റവും വലിയ അവരുടെ കണ്ടെത്തൽ. ആ വലിയ ഊർജമാണ്, ആ വലിയ അറിവാണ് ഇത്തരത്തിൽ കുടുംബത്തിൽ ഒന്നിച്ചിരിക്കാൻ, ഈ വേദി സംഘടിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ ഒത്തുകൂടൽ, ഇവിടെ നാം ഈ സായാഹ്നം, ഇന്ന് ഈ സായാഹ്നത്തിൽ നാം ഇവിടെ ഒത്തുചേർന്ന് നമ്മുടെ മക്കളുടെ കലാപരിപാടികൾ
അവരുടെ സംഗീത പ്രകടനങ്ങൾ അത് നാം കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ കലയ്ക്കും സംഗീതത്തിനും കഴിയുന്ന ഒരു മാസ്മരിക ശക്തിയുണ്ട്. എന്തിനാണ് ഈ നാട്ടിൽ പാട്ടുകൾ പാടുന്നത്? എന്തിനാണ് കല പ്രകടനങ്ങൾ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യന്റെ സംഘർഷ മനസ്സുകളിലേക്ക്, മനുഷ്യൻ ഏറ്റവും വലിയ സംഘർഷങ്ങൾ നേരിടുമ്പോൾ, മനുഷ്യൻ അശാന്തനാകുമ്പോൾ, ആ ആത്മസംഘർഷമുള്ള മനസ്സിലേക്ക് നിലാവിന്റെ തെളിമയുള്ള കുളിർമയായി പെയ്തിറങ്ങാൻ ഒരു നല്ല പാട്ടിന് കഴിയും. സംഗീതത്തിന് അത്തരമൊരു മാസ്മരിക ശക്തിയുണ്ട്. ആ വരണ്ട മനസ്സുകളിലേക്ക് നനുത്ത നിലാവായി പെയ്തിറങ്ങാൻ പാട്ടിന് കഴിയും, സംഗീതത്തിന് കഴിയും. ആ കലയ്ക്കും സംഗീതത്തിനും മാത്രമേ മനുഷ്യ മനസ്സുകളെ സമാധാനപൂർവമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഈ ലോകം എത്രയോ പണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കലാകാരന്മാർ, കലാപ്രകടനം നടത്തുന്നവർ, നർത്തകർ, സംഗീതജ്ഞർ, പാട്ടുകാർ അവരെല്ലാ കാലത്തും ലോകത്തിലെ ഈ നാടിന്റെ ഏറ്റവും വലിയ നന്മയുള്ള മനുഷ്യരായി വാഴ്ത്തപ്പെടുന്നുണ്ട്. എങ്കിൽ അതിന് കാരണം അവർക്ക് ലഭിച്ചിട്ടുള്ള സിദ്ധി, അവർക്ക് ലഭിച്ച വരദാനം, ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വരദാനം ആ കലാപ്രകടനത്തിന് മനുഷ്യ മനസ്സിനെ, അവനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇത് നാം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. എന്റെ കുഞ്ഞ് നന്നായി പാടുമെങ്കിൽ ആ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് മനസ്സുണ്ടാകും. ഞാനതിനെ കണ്ടെത്തണം. ഐൻസ്റ്റീൻ ഒരിക്കൽ പറയുകയുണ്ടായി, വെള്ളത്തിൽ നീങ്ങുന്ന താറാവുകളെ നോക്കി മരത്തിൽ കയറാൻ കഴിയുന്ന കഴിവുകളെ വെച്ച് പരിശോധിച്ചാൽ ഒരുപക്ഷെ ആ താറാവുകൾ 0 മാർക്കാണ് നേടും. താറാവുകളുടെ കഴിവിനെ പരിശോധിക്കേണ്ടത് മരം കയറാനുള്ള ശേഷിയെ വെച്ചുകൊണ്ടല്ല. നമ്മുടെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെയും നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളുടെയും കണ്ണു തുറപ്പിക്കുന്ന വാചകങ്ങൾ. പാടാൻ കഴിവുള്ള ഒരു മക്കളെ, പാടാൻ കഴിവുള്ള കുഞ്ഞിനെ ആ പാട്ടിനെ അവഗണിച്ചുകൊണ്ട് കണക്കിൽ അവന് 2 മാർക്കാണ് കിട്ടിയത് എന്ന് വെച്ചുകൊണ്ടല്ല അളക്കേണ്ടത്. 10ാം ക്ലാസ്സിൽ തോറ്റുപോയ വലിയ സംഗീതജ്ഞനാണ് യേശുദാസ്. ഇന്ന് എവിടെയൊക്കെ ലോകത്ത് മലയാളികളുണ്ടോ, ആ മലയാളികളുടെ മനസ്സിൽ, നാവിൽ അവിടെ ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഈ 10ാം ക്ലാസ്സിൽ തോറ്റ യേശുദാസിന്റെ ശബ്ദമാണ്. ആ കലയ്ക്കും സംഗീതത്തിനും മനുഷ്യനെ ഏറ്റവും മികച്ച വിജയിയായി കൊണ്ടുവരാൻ കഴിയുമെന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. നമ്മുടെ ആ മക്കളാണ് നാളത്തെ ചരിത്രം സൃഷ്ടിക്കേണ്ടത്. ആ മക്കളിലേക്കാണ് നാം നന്മയെ പകർന്നു നൽകേണ്ടത്. ആ നന്മകൾ മനുഷ്യകുലം അത് ലോകത്തെവിടെയായാലും ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ നന്മകളെയാണ് നാം നമ്മുടെ മക്കളിലേക്ക് പകർന്നു നൽകേണ്ടത്. ഞാൻ നമ്മുടെ തൊഴിലിനെ കുറിച്ച് പറഞ്ഞു. ആ തൊഴിലിൽ നിന്നും ലഭിക്കുന്ന വരുമാനം, വേതനം, നമ്മുടെ ലാഭം, ആ ഇൻകമാണ്, ആ വരുമാനമാണ് ഇന്ന് ഞാനും നിങ്ങളും തലയുയർത്തി ഈ നാട്ടിൽ നിൽക്കുന്നതിന്റെ അടിസ്ഥാന കാരണം. ആ വരുമാനമാണ് എൻ്റെ അഭിമാനം. ആരുടെയും മുന്നിൽ തലകുനിക്കാതെ, ആരോടും കൈനീട്ടാതെ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ജീവിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ കുടുംബം ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നമ്മുടെ തൊഴിലാണ്. ആ തൊഴിൽ നമുക്കുണ്ട്. ആ തൊഴിലാണ്, വരുമാനമാണ്, സാമ്പത്തികമായ നിലനിൽപ്പാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ തല ഉയർത്തി നിൽക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ തീച്ചൂളകളുള്ള നാട്ടിൽ, ആ കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അതിശക്തമായ രീതിയിൽ തിളച്ചുമറിയുമ്പോൾ, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ അറീന, ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷം ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരത്തിന് ഈ ലോകം സാക്ഷ്യം വഹിച്ചപ്പോ അന്ന് അതിന് നേതൃത്വം നൽകിയവര് രവീന്ദ്രനാഥ ടാഗോർ എന്താണ് സ്വാതന്ത്ര്യമെന്ന് അദ്ദേഹം എഴുതി വച്ചു.
ഗീതാഞ്ജലിയിൽ അദ്ദേഹത്തിന്റെ ഒരു വാചകം ഇങ്ങനെയാണ്: എവിടെ മനസ്സുന്നതവും ശിരസുന്നതവും മനസ്സ് നിർഭയവുമാകുന്നുവോ ആ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് എന്നെ നയിക്കണമേ നാഥ. എവിടെ ശിരസുന്നതമാകുന്നുവോ, എവിടെ മനസ്സ് നിർഭയമാകുന്നുവോ അതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ കാലിൽ നിൽക്കാൻ നമുക്ക് കഴിയും. ആ വലിയ അഭിമാനബോധത്തിലേക്ക് ഈ നാട് മുന്നോട്ട് പോകണം. ഓരോ തെരഞ്ഞെടുപ്പും ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് നാം തലയുയർത്തി നിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ്. ആ സ്വാതന്ത്ര്യം ആർജിക്കുന്നത് വരെ ഈ പാട്ട്, ഈ വാചകങ്ങൾ നമ്മെ മുന്നോട്ട് നയിക്കണം. അതിനെ ഏറ്റെടുക്കാനും അത് നടപ്പിലാക്കാനും കഴിയുന്ന ആർജവം നമുക്കുള്ളിലുണ്ടാകണം. അടങ്ങാത്ത ആവേശം നമ്മളിൽ ഉണ്ടാകണം. വ്യാപാരിയുടെയും ഉത്തരവാദിത്തം അതാണ്, സംഘടനയുടെ ഉത്തരവാദിത്തവും അതാണ്. ഏകോപന സമിതി എന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈ സംഘടനയിൽ അണിചേർന്നിട്ടുള്ള ഓരോ അംഗത്തിന്റെയും ഓരോ വ്യാപാരിയുടെയും പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക, തീർപ്പുണ്ടാക്കുക, പരിഹാരം കാണുക എന്നതാണ്. ആ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ചില നേരങ്ങളിൽ പടവെട്ടേണ്ടി വരും. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ അതിജീവിക്കണമെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ കുരുക്കഴിച്ചെടുക്കാൻ വലിയ സംവിധാനങ്ങളെ കാണേണ്ടി വരും. അതിന് വലിയ ആർജവം ഉണ്ടാകണം, ധൈര്യം ഉണ്ടാകണം, വലിയ മനസാന്നിധ്യം ഉണ്ടാകണം. 21-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു രക്തസാക്ഷിയുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ, ഭഗത് സിംഗ്. ഈ കഥ ഉണ്ടായതാണോ എന്നൊന്നും എനിക്കറിയില്ല. ആ കഥ ഇങ്ങനെയാ: തൂക്കുകയറിൽ ഏറുന്നതിന്റെ തലേ ദിവസം ഭഗത് സിംഗിനെ കാണാൻ അമ്മ വരികയാണ്. ഭഗത് സിംഗിന്റെ അമ്മ ആ മകനെ കണ്ട് ആ മകന്റെ മുന്നിൽ നിൽക്കുമ്പോ ഒരമ്മയുടെ കണ്ണീർ, ആ കണ്ണീർ ചാലുകൾ ഒഴുകുകയാണ്. ഇത് കണ്ട ഭഗത് സിംഗ് അമ്മയോട് ചോദിച്ചു, എന്റെ അമ്മ കരയുന്നത് എനിക്കിഷ്ടമല്ല. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്കുകയറിലേക്ക് നടക്കുന്നത് അഭിമാനത്തോടുകൂടി തല ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തൂക്കുകയറിലേക്ക് നടക്കുന്നത്. ആ ധീരന്റെ മാതാവ് കണ്ണീരണിയുന്നത് അപമാനകരമാണ്. എന്റെ അമ്മ കരയരുത്. മകന്റെ വാക്കുകൾ കേട്ട് അമ്മ തന്റെ ചിരി, ആ ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് മകനോട് പറഞ്ഞു, മഠയ, എന്റെ കണ്ണിൽ കണ്ണീർ പൊടിഞ്ഞത് ഒരു മകന്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന വേദനയിലല്ല. എന്റെ കണ്ണീർ നനഞ്ഞത്, എന്റെ കണ്ണുകൾ നനഞ്ഞത് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1000 ഭഗത് സിംഗുമാരെ പേറാൻ എന്റെ ഗർഭപാത്രത്തിന് കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയാണ്. ഒരമ്മയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ധൈര്യത്തിന്റെയും ഏറ്റവും വലിയ ലക്ഷണമായിക്കൊണ്ടാണ്, കഥയായിക്കൊണ്ടാണ് ഇതിനവതരിപ്പിച്ചത്. ഇത് നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്നത്, നമ്മോട് പറയുന്നത്, ഏതൊരു പ്രതിസന്ധിയിലെയും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, തലയുയർത്തി നിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടി, അതിനുവേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാകുന്ന 1000 ഭഗത് സിംഗുമാരായി മാറാൻ ഈ നാട്ടിലെ യുവാക്കൾക്ക് കരുത്തുണ്ടാകട്ടെ എന്നത്. ഇത് നമ്മോട് പറയുന്നത് ഓരോ കാലത്തിന്റെയും ആവശ്യങ്ങൾ, ഓരോ നാടിന്റെയും ആവശ്യങ്ങൾ, അത് പുരോഗതിയിലേക്ക് അനുദിനം മുന്നേറുക എന്നതാണ്. നമ്മുടെ വരുമാനം വർദ്ധിക്കുക, വരുമാനത്തിൽ വർധനവുണ്ടാക്കുക എന്ന ആശയം. വ്യാപാരിയും വ്യാപാര പ്രസ്ഥാനവും നമ്മളും ഏറ്റവും പ്രസക്തമാകുന്നത് അവിടെയാണ്. ആ ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുക്കുക. ആ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ നാം അഡ്രസ് ചെയ്യേണ്ടി വരും. ഇന്ന്
എന്താണ് വ്യാപാരിയുടെ പ്രശ്നം? ഞാൻ ഇങ്ങോട്ട് കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് വരുന്ന യാത്രയിൽ ഹമീദ് ഹാജി പറഞ്ഞു, ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകളുടെ കയ്യിൽ വാങ്ങാൻ പണമില്ല, ആരുടെ കയ്യിലും വാങ്ങാൻ പണമില്ല, കച്ചവടം താഴേക്ക് പോകും. ബാങ്കുകൾ വായ്പകൾ നൽകാൻ തയ്യാറാണ്, ബാങ്കുകൾ ഇഷ്ടം പോലെ വായ്പകൾ നൽകുന്നു. ഞാനും നിങ്ങളുമൊക്കെ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ വായ്പകൾ വാങ്ങി. ഇന്ന് വ്യാപാരിയുടെ ഏറ്റവും വലിയ പ്രശ്നം, നാം എല്ലാം വലിയ കടക്കിണി. എല്ലാ വ്യാപാരിയും, ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഈ കോവിഡിന് ശേഷം അകപ്പെട്ട ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ, വലിയ അളവിൽ നാം നമ്മുടെ ലോണുകൾ, ബാധ്യതകൾ, ലയബിലിറ്റീസ് അത് വർദ്ധിപ്പിച്ചു. ആ വർധനം എങ്ങനെയാണ് ഉണ്ടായത്? 2020 കോവിഡിന്റെ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ ഈ സർക്കാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. ബാങ്കുകൾ നമ്മോട് പറഞ്ഞു 20% അഡീഷണൽ ലോൺ. ഞാനും നിങ്ങളും എല്ലാ വ്യാപാരികളും ആ 20% ലോൺ വാങ്ങിച്ചു. അടുത്ത വർഷം 2021 വീണ്ടും നൽകി അടുത്ത 20%. കോവിഡ് കഴിഞ്ഞപ്പോ 2022 മുതൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ, 1 ലക്ഷമാണ് നമ്മുടെ വായ്പ ഉണ്ടായിരുന്നത് എങ്കിൽ, കോവിഡിന് മുൻപ് 1 ലക്ഷമാണ് നമ്മുടെ വായ്പ ഉണ്ടായിരുന്നത് എങ്കിൽ, കടമുണ്ടായിരുന്നത് എങ്കിൽ, ഇന്ന് 1,40,000 കടക്കാരനാണ് ഞാനും നിങ്ങളും. 10 ലക്ഷമാണ് കടമുണ്ടായിരുന്നത് എങ്കിൽ, ഇന്ന് 14 ലക്ഷത്തിന്റെ കടക്കാരനായി ഞാനും നിങ്ങളും മാറി. 1 കോടിയാണ് കടമുണ്ടായിരുന്നത് എങ്കിൽ, കോവിഡിന് ശേഷം ഓരോ വ്യാപാരിയുടെയും കടം 1,40,00,000 വളർന്നു. എല്ലാവരുടെയും അവസ്ഥ ഇതാ. എല്ലാ വ്യാപാരികളും ഇന്ന് അകപ്പെട്ട അവസ്ഥ ഇതാ. ആ വായ്പകൾ വർദ്ധിച്ചു, തിരിച്ചടവുകളുടെ വ്യാപ്തി കൂടി, ആനുപാതികമായി വരുമാനമില്ല. ഒരു 10 ലക്ഷം വായ്പ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് തിരിച്ചടയ്ക്കേണ്ട പണം ഇന്ന് പകുതിയിലേറെ വർദ്ധിച്ചു. ആ പണം കണ്ടെത്താൻ കഴിയുന്നില്ല, അതിനുള്ള വരുമാനം, കച്ചവടം വരുന്നില്ല. അതിന്റെ ഭവിഷ്യത്ത് എന്താ? അതിന്റെ ഫലമായിക്കൊണ്ട് നമ്മുടെ അടവുകൾ, തിരിച്ചടവുകൾ അത് വീഴ്ച വരുന്നു, ബാങ്കുകളുടെ അടവുകൾ തെറ്റുന്നു, വ്യാപാരികൾ കടക്കണിയിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്നത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥ, വ്യാപാരിയുടെ അവസ്ഥ, കടക്കണിയിലേക്ക്, അനുദിനം കടക്കണിയിലേക്ക് പോകുന്ന കച്ചവടക്കാരൻ. ഈ അവസ്ഥയെ നാം മറികടക്കുക തന്നെ വേണം. സാമ്പത്തികമായ അരാജകത്വം അതുണ്ട് എങ്കിൽ അത് മാറ്റുക തന്നെ വേണം. സാമ്പത്തികമായ അച്ചടക്കം നമ്മുടെ സ്ഥാപനത്തിലുണ്ടാകണം, തൊഴിലിലുണ്ടാകണം, നമ്മുടെ വീടുകളിലുണ്ടാകണം. നാം നമ്മുടെ മക്കളെ എന്താണ് സാമ്പത്തിക അച്ചടക്കമെന്ന് പഠിപ്പിക്കണം. വരവിനൊത്ത് ജീവിക്കാൻ നാം പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കോവിഡിന് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീട് വെച്ചു. ആ വീട് അദ്ദേഹത്തിന് ചെലവഴിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ സംഖ്യ കണക്കാക്കിക്കൊണ്ട് ആ വീട് വെച്ചത്. വലിയ വീടായിരുന്നു. ആ വീടിൽ താഴെ തറയിൽ സാധാരണ ചാന്ത് തേക്കാനാണ് ഉദ്ദേശിച്ചത്. അതിനുള്ള പണമേ കയ്യിലുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വീട് കാണാൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാണ് സിമന്റ് തേക്കുന്നത്? അവിടെ ടൈലിട്, ആ പണം ഞാൻ തരാം. എൻ്റെ മകളുടെ കല്യാണത്തിന് ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിക്കാം, അപ്പോൾ തന്നാ മതി. ഞാനീ പറയുന്നത് നടന്ന കഥയാണ്. പണം കൊടുത്തു, ആ വീട് മുഴുവൻ ടൈൽസ് ഇട്ടു. ബാത്റൂമുകളും വീടിന്റെ അകവും മുറവും എല്ലാം ടൈൽസ് വിരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോ സുഹൃത്തിന്റെ മകളുടെ കല്യാണം വന്നു. 10 ലക്ഷമേ ബാക്കിയുള്ളൂ. അത് കൊടുക്കാൻ കഴിയുന്നില്ല. ആ പണം പലിശക്കാരിൽ നിന്ന് വാങ്ങി. പലിശക്കാരന് 1 ലക്ഷത്തിന് 4,000 രൂപ പലിശ വെച്ചുകൊണ്ട് ആ സാധനം വാങ്ങിയത്. അപ്പോഴാ കോവിഡ് വന്നത്. 1 രൂപ പോലും തിരിച്ചടയ്ക്കാൻ കഴിയില്ല.
കോവിഡ് വന്നുപോയി, കച്ചവടം പൂട്ടിപ്പോയി, കടക്കണിയിലായി. ഈ സ്ഥലവും വീടും ഒരു 10 ലക്ഷത്തിന് വേണ്ടി, വലിയ അഭിമാനത്തിന് വേണ്ടി തന്റെ കയ്യിലില്ലാത്ത പണം കടം വാങ്ങി പലിശക്കാരിൽ നിന്നും കടം വാങ്ങിയപ്പോ ആ കുടുംബം ഇന്ന് ആ വീടും ആ സ്ഥലവും വിറ്റ് ഒരു വാടക വീട്ടിൽ 3000 രൂപ വാടക കൊടുത്തുകൊണ്ട് ജീവിക്കും. നാം അകപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധി, ഒരു 40 ലക്ഷം രൂപയ്ക്ക് വീട് കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്ന ആ സുഹൃത്ത് ഒരു 10 ലക്ഷം വട്ടിപ്പലിശക്കാരിൽ നിന്നും കടം വാങ്ങിയപ്പോ അകപ്പെട്ട ജീവിതത്തിന്റെ ഏറ്റവും വലിയ അതിസങ്കീർണമായിട്ടുള്ള ഒരവസ്ഥയെ സൂചിപ്പിച്ചു.